അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെയുണ്ട്, ടിനിച്ചേട്ടാ, മലയാളികളുടെ കൂട്ടുകാരൻ. പ്ലീസ് കം. നല്ലൊരു കൈ കൊടുത്തേ. റൈറ്റലിനെ പറ്റി നമ്മൾ ചെറിയ എഴുത്തുകാരുടെ സംഘടന ടീച്ചറിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ പല പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്, നമ്മളുടെ എല്ലാ പരിപാടികളിലും തന്നെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് റൈറ്റലിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി, സ്കൂൾ, പിന്നെ ചാനലുകളുടെ മത്സരം, അതിൻ്റെ പുറത്തേക്ക് പബ്ലിക് ഡൊമൈനിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു, അതൊരു തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും നേരിട്ട് വന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. അതിലൂടെ ചാനലിലേക്ക് സെലക്ഷൻ കിട്ടും. ഒരുപാട് ചാനലിൽ പ്രവർത്തിക്കുന്നവരാണ്, സിനിമയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലേക്ക് കയറാനുള്ള ഏറ്റവും ബെസ്റ്റ് പാസ്പോർട്ടാന്ന് തോന്നുന്നു, സിനിമയിലേക്കാണെങ്കിലും ചാനലിലേക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഡയറക്റ്റ് വന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. ഇതിന് വേറെ ഇതൊന്നുമില്ലല്ലോ, പ്രായഭേദമന്യേ എല്ലാവർക്കും അവസരമുണ്ട്. അപ്പോൾ പിന്നെ അത് നല്ലൊരു അവസരമാണ്, അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള എല്ലാ മിമിക്രിക്കാരും ഇവിടെ എത്തുന്നുണ്ടെന്ന്, അല്ലേ? സിനിമയിലെത്തിയവരും തമിഴ്നാട്ടിൽ നമ്മൾ ഇന്ത്യസ് ലാർജസ്റ്റ് മിമിക്രി കോമ്പറ്റീഷൻ എന്നുള്ളതാണ് മിന്നും താരത്തിനുള്ള പ്രത്യേകത. കാരണം ഇതിൽ ഭാഷ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മിമിക്രി കോമ്പറ്റീഷനാണ്. അതിലിരുത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ജഡ്ജസിനെയാണ് ഇരുത്തിയേക്കുന്നത്. അതാണ് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ KS പ്രസാദ് ആണെങ്കിലും മനോജ് ഗിന്നസ് ആണെങ്കിലും ഒക്കെ. പിന്നെ അഖിൽ കവിലൂര് ഇതാണോ? അഖിൽ ജഡ്ജാണ്. എടാ നീ ജഡ്ജാണെന്നൊന്ന് മൈക്കിലോടൊന്ന് പറഞ്ഞേ, ആർക്കും വിശ്വാസം വരുന്നില്ല. പലരും ചോദിക്കുന്നുണ്ട് എന്താ അവൻ. ഞാൻ ഒരു കോട്ട് പറഞ്ഞാണ്, കിട്ടിയില്ല. രാവിലെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയില്ല. അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പക്കയായിരുന്നു. അപ്പോൾ അഖിലിലൂടെ ഫ്ലവേഴ്സിലേക്കും KS പ്രസാദിലൂടെ ഏഷ്യാനെറ്റിലേക്കും മനോജിലൂടെ കൈരളിയിലേക്കും പോകാൻ ഒരുപാട് പേർക്ക് അവസരം കിട്ടും. ചാനലിൻ്റെ പ്രധാനികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതും നല്ല കാര്യമാണ്. നല്ല ജഡ്ജസാണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതെ, ഇവരങ്ങോട്ട് പോകുന്ന നോക്കിയിരിക്കുകയാണ് ഇവര്. അവൻ ഇനി നമ്മളിവിടെ വരുന്ന എല്ലാവരും എത്ര വലിയ സ്റ്റാറുകളായാലും മിമിക്രിക്കാർ എന്ന ലേബിളിലാണ് നമ്മൾ അറിയപ്പെട്ടത്, അല്ലേ? ടിനു ഉൾപ്പെടെ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാർ ഇല്ല, അല്ല, ഞാൻ ഓൾറെഡി അവിടെയാണ്. ഇനി ഇറങ്ങി വന്നതാണ്. അപ്പൊ പുതിയ ആൾക്കാരുണ്ട്, അവര് ചെയ്യട്ടെ. അവര് നല്ല മിടുക്കന്മാരാണ്. ഇപ്പൊ തന്നെ ഈ വളുവനാട് വിജയകുമാർ വളവനാടാണ്. ഇപ്പൊ അമ്മയുടെ ഷോയില് കൊടുമൺ പോറ്റിയായിട്ട് വേഷം ചെയ്തത് ഞാനാണ്. അതിന് എന്നെ മേക്കപ്പ് ചെയ്തത് മമ്മൂക്കയുടെ നേതൃത്വത്തിലാണ്. മമ്മൂക്ക സ്വന്തം മേക്കപ്പ്മാനെ വിട്ടിട്ടാണ് എന്നെ മേക്കപ്പ് ചെയ്ത് കറക്റ്റ് ആവാനായിട്ട്. അപ്പൊ കൊടുമൺ പോറ്റിയുടെ വേഷം. പക്ഷെ അതിന് സെലക്ട് ചെയ്ത വോയിസ് അമ്മയിൽ പോലും ഈ വളുവനാടിന്റെ വോയിസ്, അത് ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ വോയിസ് സെലക്ട് ചെയ്തതാണ്. അപ്പൊ അതിന് ഞാൻ പ്രത്യേകം ഇതുപോലത്തെ ഒരു വേദിയിലാണല്ലോ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് പ്രത്യേക അപ്രീസിയേഷനും കിട്ടിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്, അവതരിപ്പിച്ചത്. അപ്പൊ അത്രയും കഴിവുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വളുവനാടിനെ കുറിച്ച് ഒരാളും അറിയില്ല സത്യത്തിൽ. അതെ, ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ തന്നെ അത് പറയാൻ പറയണമല്ലോ. കാരണം അതേ മേക്കപ്പ് മാം തന്നെ വന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു, അതേ ശബ്ദം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്. അതിന് ഒരുപാട് അപ്രീസിയേഷനും കിട്ടിയതാണ്. ഓക്കെ. ഏതായാലും അത് ഒരു വലിയ സന്തോഷം. കാരണം നമ്മുടെ മിമിക്രിയുടെ അഭിമാനമാണത്. ഇനി പുതിയ എന്താണ് അടുത്ത പരിപാടി? പടം അല്ല, ഇപ്പൊ ഒമർ ലുലുവിന്റെ പടം ചെയ്തോണ്ടിരിക്കുന്നത്. റഹ്മാന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാണ്. നെഗറ്റീവ് അല്ല, ഒരു കോമഡിയും നെഗറ്റീവും കൂടി ചെയ്യുന്ന ഒരു മാസ് പടമാണ്. ഇപ്പൊ റിലീസ് ആവുമ്പോഴത് പെരുങ്കളിയാട്ടമായിരിക്കും, ജയരാജ് സാറിന്റെ. അത് സുരേഷ് ഗോപിയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. എല്ലാവരും ഓപ്പോസിറ്റ് കൂടെ നിർത്താനുള്ള ആരും അപ്പുറത്തെ ചേരിയിലാണ് കൊണ്ടുപോയി സ്ഥാപിക്കുന്നത്, അല്ലേ? അവിടെ കൊണ്ടുപോയി നിർത്തുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇനിയും വരാനുണ്ട്, അല്ലേ? എല്ലാവരും പ്രായഭേദമന്യേ പങ്കെടുക്കുന്നു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പെർഫോമൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോ അഖിൽ കവിലിയൂറിന്റെ തന്നെ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിൽ ഞാൻ വരുന്നുണ്ട്. ഇന്നുണ്ടോ? ഇന്നത്തെ അഖില് പറഞ്ഞ സ്ക്രിപ്റ്റാണ്. അതായത് ഇവരൊക്കെ തരുന്ന സ്ക്രിപ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ചാനലിലും സിനിമയിലാണെങ്കിൽ പോലും. ഇപ്പൊ ഗുരുവായൂരമ്പലം നടയിലും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തേക്കണം അഖില്. അത് 2 കൈ നിടാൻ പറഞ്ഞിട്ട് 4 ഇട്ട ആളാണ്. അതെ. അപ്പൊ അത് ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പെട്ടെന്ന് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ നോട്ടീസബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അപ്പൊ അതിനൊക്കെയുള്ളൊരു അവസരമാണിത്. അപ്പോൾ അതെല്ലാവരും വന്ന് പങ്കെടുക്കാം. ഇതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് പോലും ഞാൻ അഖിലിന്റെ സ്ക്രിപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 9 മണിക്ക് ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ആണ്. അത്
വർഷങ്ങൾക്ക് ശേഷം എന്നെ ജോൺ ഹോനായി ആക്കി. അത് അണ്ണന്റെ ലുക്ക് അങ്ങനെയായിരുന്നു അണ്ണ. അങ്ങനെ ഇറക്കി. നമ്മള് പ്ലാൻ ചെയ്തതല്ല. തിരിയണ്ണൻ അതുപോലെ ഒരു കണ്ണാടിയും വെച്ച്. അല്ല കറക്റ്റ്, ഞാനിങ്ങനെ വന്നപ്പോൾ ചോദിക്കാണ്ടിരുന്നതാണ്, ഇത് ജോൺ ഹോനായി വന്ന പോലെ ഉണ്ടല്ലോ. തിരിയണ്ണൻ വന്നവരെ ചോദിച്ച് അമ്മച്ചി അല്ല, അപ്പൊ നമുക്ക് ഭക്ഷണം തരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളത്. നമ്മുടെ ചോറെന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, കോമഡി ആണല്ലോ. അപ്പൊ അത് നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. വീണ്ടും ഒരു പെൺപട തന്നെയാണ് വരുന്നത്. ലേഡീസ് സൗണ്ട് മാജിക് ആണ്. ഒരു സൗണ്ടിലൂടെ എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ മിന്നുതാരത്തിലൂടെ മാറ്റിവെക്കാൻ പോകുന്ന ലേഡീസ് സൗണ്ട് മാജിക് ടീം അംഗങ്ങളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, വെൽക്കം ടു ലേഡീസ് സൗണ്ട് മാജിക്. 1 2 3. എന്തായാലും പുറത്ത് നല്ല മഴയല്ലേ, നമുക്ക് ആ മഴ ഒന്ന് ഇവിടെ ഇതാക്കിയാലോ? മഴ തോർന്നപ്പോൾ പക്ഷി മൃഗാദികൾ സന്തോഷമാരായി. പൂച്ചയെ കണ്ടിട്ടാന്ന് തോന്നുന്നു കൂട്ടിലെ താത്ത നല്ല കരച്ചിലാ. പേടി മാറി അത് ചിരിക്കാൻ തുടങ്ങി. വീരപ്പഞ്ചേട്ടന്റെ നമ്മളാ മാന്റെ ശബ്ദം എടുക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാതാ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. കാന്താര, ഫോൺ എടുക്ക്. ഹലോ ഹലോ മോനെ, റിംഗ മോനെ, മോ ഹാപ്പിയാണോ? ബിബി മോ ഹാപ്പിയാണോ? ഇത് റോങ് നമ്പർ ആണെന്ന് തോന്നുന്നുണ്ട്. എടേ മോളെ, ആ. നമുക്കൊരു ചായ കുടിച്ചിട്ടാവാം. അതിനു മുന്നേ ആ ചായപ്പാട്ടൊന്ന് പാടിയ സിത്താര ചേച്ചിയുടെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. അതൊക്കെ പോട്ടെ, ചേച്ചി ഇന്നലെ എവിടെയായിരുന്നു? എയർപോർട്ടില്. ടേക്ക് ഓഫിന്റെ കാര്യം ഓർത്തപ്പെടാ ടേക്ക് ഓഫ് സിനിമയിലെ പാർവതി തിരുപതിന്റെ ഡയലോഗ് ഓർമ്മ വന്നത്. സാർ, നാട്ടിലൊക്കെ ഞങ്ങൾക്ക് ശമ്പളത്താണ് സാറേ. ലോൺ എടുത്ത് കടം മേടിച്ച വീട്ടുകാർ ഞങ്ങൾ പഠിക്കുന്നു. സാർ ഇപ്പം ജോലിയൊക്കെ കിട്ടും. എന്നാ കിട്ടുന്ന ശമ്പളത്തിന് പലിശ പുരടിച്ച് തീരില്ല സാർ. എൻ്റെ കാര്യം മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ നേഴ്സുമാരുടെ അവസ്ഥ ഇതൊക്കെ സാർ. ദൈവത്തിൻ്റെ മാലകമാർക്ക് വിളിപ്പേരില്ല സാർ. എന്നാ വിളിക്കുന്നവരാരും മാലകമാരിൽ വിട്ട് അവസ്ഥ ചോദിക്കാറില്ല. ചേച്ചിയുടെ ഇന്നത്തെ സ്റ്റേറ്റസ് കൊള്ളായിരുന്നു. ഭീമന്റെ വഴിയിൽ വിൻസി അലൂഷ്യസിന്റെ. ഡാർലിംഗ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പ്രേമം എന്നൊക്കെ പറയുന്ന ഒരു കണക്ഷൻ കിട്ടലാണ്. അതിനൊക്കെ കിട്ടുകയും മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുന്നത് ചെറിയ പെയ്ഫുള്ളാണ്. ഇച്ചിരിയല്ല, നല്ല പെയ്ഫുള്ളാണ്. മതി മതി, സെന്റിമെന്റ്സ് ഒക്കെ വിട്ടിട്ട് ചിരിക്കാനുള്ളത് തരും. എന്നാ പിന്നെ കോവേശനെ വിളിക്കാം. ചേച്ചി മലയാളം ലവ് ഹൊറർ മൂവിയായ ഫീനിക്സ് ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അതിന്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. നീ എന്താ പറഞ്ഞ? ഫ്രെഡിക്ക് എന്നെ വേണ്ടെന്നല്ലേ? അതെ,
സമയായി. ഒരു ഗംഭീര വെടിക്കെട്ടോടുകൂടി ലേഡീസ് സൗണ്ട് മാജിക് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.